നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളാണ്, ഒന്ന് ജീൻസും മറ്റേത് ഈ ജീൻസും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആവശ്യമില്ല, അത് നമ്മൾ ധരിക്കുന്ന നമ്മളിടുന്ന ജീൻസാണ്. പക്ഷേ ഈ ജീൻസ്, ഒന്നാമത്തെ ജീൻസ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ആ ജീൻസാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ സ്വഭാവം തീരുമാനിക്കുന്നത്. പക്ഷെ അതൊക്കെ അറിയാം, എന്താണ് ഈ ജീൻസ് എന്ന് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സെല്ലിൻ്റെ അകത്ത്, ന്യൂക്ലിയസിൻ്റെ അകത്ത് നമുക്ക് ആരെ കാണാം? ക്രോമസോമുകൾ കാണാം. ഈ ക്രോമസോമിൻ്റെ അകത്താണ് നമ്മൾ DNA ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ DNA എത്ര നീളമുണ്ട്? 2 മീറ്റർ ലോങ് DNA ആണ്. ആൻഡ് ഈ DNA ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ കുറേ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് DNA ആവുന്നത്. ആ DNAയുടെ ഓരോ സെഗ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ജീൻസ് എന്ന് പറയാം. ചിലപ്പോൾ അത് ഷോർട്ട് സെഗ്മെൻ്റ് ആവാം, ചിലപ്പോൾ അത് ലോങ് സെഗ്മെൻ്റ് ആവാം. എന്തും ആയിക്കോട്ടെ, ആ ഒരു സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? ക്രോമസോമിൻ്റെ അകത്ത് നമ്മുടെ DNA ഉണ്ട്. ആ DNAയിലെ സെഗ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, DNAയിൽ കുറേ ന്യൂക്ലിയോടൈഡുകളാണുള്ളത് അല്ലേ? ATG CTG എന്നൊക്കെ പറഞ്ഞിട്ട് ആ ന്യൂക്ലിയോടൈഡ്സ് ഒരു സെഗ്മെൻറ്റ്, ചിലപ്പോൾ അത് ലോങ് ആവാം, ചിലപ്പോൾ അത് ഷോർട്ട് ആവാം. അങ്ങനെ ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുക. ഈ ജീൻസാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം, നമ്മളുടെ ക്യാരക്ടേഴ്സ് തീരുമാനിക്കുക. ആൻഡ് ഈ ജീൻസ് എങ്ങനെയാണ് നമ്മളുടെ സ്വഭാവം തീരുമാനിക്കുന്നത്? അതായത് ജീൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് പ്രോട്ടീൻ്റെ രൂപത്തിലാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊരു നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും, അതായത് പ്രോട്ടീൻ സിന്തസിസ്.